പാതിവരി തട്ടിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കോടതിയിൽ പറയുമെന്ന് പ്രതി അനന്തകൃഷ്ണൻ. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മൊഴിയിൽ നിന്ന് നീക്കണം എന്ന് അനന്തകൃഷ്ണൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. പ്രതി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ കോടതി ഇന്ന് പരിഗണിക്കും. കേസ് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ യോഗം ചേരും. ഇപ്പോൾ ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്, കാരണം അതിൻ്റെ രേഖകൾ കിട്ടിയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണ്ടേ. എനിക്ക് അല്ല, അത് എനിക്ക് കേസ് ഡയറിയും ഫയലൊക്കെ കിട്ടി ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. എസ് ശ്യാംകുമാറാണ് ആ വാർത്തയുടെ ഒരുങ്ങും വെച്ചിരുന്നത്. ശ്യാംകുമാർ, ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുമായി അയാൾക്ക് ബന്ധമുണ്ട്. മാസപ്പടി കണക്ക് തന്നെ ഇയാൾ പൈസ കൊടുത്ത രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും. കാര്യം, ഒരു തട്ടിപ്പുകാരനെ അയാൾ തട്ടിപ്പിടിക്കപ്പെടുമ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ പിന്തുണ വേണം എന്ന് വളരെ നന്നായി അറിയാമല്ലോ. തുടർന്നുള്ള ദിവസങ്ങളിലും ആ പിന്തുണ വേണം എന്നതുകൊണ്ടല്ലേ ശ്യാം അയാൾ പുറത്തു പറഞ്ഞ ഈ രാഷ്ട്രീയക്കാർക്കെതിരായ മൊഴികൾ മാറ്റണം എന്നുള്ള ആവശ്യം? ശ്യാം, ഹാഷ്മി, കഴിഞ്ഞ ദിവസമാണ്, അതായത് കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപാണ് പ്രതി താൻ നൽകിയ മൊഴിയിൽ തിരുത്തൽ വരുത്താൻ സാധിക്കുമോ എന്നുള്ളത് പോലീസുകാരോട് ചോദിക്കുന്നത്. കാരണം ഇയാൾ റിമാൻഡിൽ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ കഴിയുന്ന ആ സെല്ലിൽ ഇരുന്ന് കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ടി വിയിൽ, പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന ടി വിയിലൂടെ വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരുന്നതാണ്. അതിൽ ഇയാൾ തന്നെ കൊടുത്ത മൊഴിയിൽ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുത്തതും അതെങ്ങനെ കൊടുത്തു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ വന്നത് കണ്ടതുകൂടെയാണ് ഇയാൾ പേടിച്ച് പോലീസുകാരോട് ചോദിക്കുന്നത്. ഇത് ഞാൻ പുറത്തിറങ്ങിയാൽ ഇവരെല്ലാവരും കൂടി എന്നെ കൊന്നുകളയും, അതുകൊണ്ട് ഈ മൊഴി തിരുത്താമോ എന്ന് ചോദിക്കുന്നത്. അത്തരത്തിലാണ് ഇന്നലെ ഒരു രാഷ്ട്രീയ നേതാവിനെതിരായിട്ട് മൊഴി പൂർണ്ണമായും മാറ്റിപ്പറഞ്ഞത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. പക്ഷേ ഇയാൾ കൊടുത്ത മൊഴികൾ കൃത്യമായി പോലീസ് രേഖപ്പെടുത്തുകയും അത് കുറ്റപത്രത്തോടൊപ്പം കോടതിയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ മാത്രമാകും കൂടുതൽ ആർക്കൊക്കെ ഈ പങ്കുണ്ട് എന്നറിയുന്നത്. അതിനു മുൻപായി തന്നെ ഇയാൾ മുൻപ് പറഞ്ഞിരുന്ന പല പേരുകളും പോലീസ് പോലും രേഖപ്പെടുത്താതെ ഇരിക്കുന്നത് ഉന്നത സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ലൗഡ് സ്റ്റോറേജിൽ ഇയാൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ ഡീകോഡ് ചെയ്യാനോ അതെടുത്ത് പരിശോധിക്കാനോ പോലീസ് തയ്യാറായില്ല. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഇനി അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ലോക്കൽ പോലീസ് അതങ്ങ് ഒഴിയുകയായിരുന്നു. കാരണം അത്ര വലിയ തലവേദനയാണ് കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ലോക്കൽ പോലീസ്, പ്രത്യേകിച്ച് മൂവാറ്റുപുഴ പോലീസ് അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ കേസിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറുന്നത്. ഇന്നെന്തായാലും പ്രതിയുടെ ജാമ്യാപേക്ഷ ആദ്യഘട്ടത്തിൽ കോടതി പരിഗണിക്കും. സ്വാഭാവികമായും പ്രതിഭാഗം ഉന്നയിക്കുന്നത് പ്രതിക്ക് ജാമ്യത്തിന് അർഹതയുണ്ട്, അത്ര വലിയ തട്ടിപ്പല്ല നടന്നത്, പണം എല്ലാവർക്കും തിരിച്ചു കൊടുക്കുമെന്നുള്ളതായിരിക്കും. പക്ഷേ പ്രോസിക്യൂഷൻ എങ്ങനെയാകും ഈ തട്ടിപ്പുകാരനെ എതിർക്കുക? എന്തൊക്കെയായിരിക്കും പ്രോസിക്യൂഷൻ? കോടതിയിൽ തെളിവുകളുണ്ട്, ജാമ്യം നൽകരുത്, ഇയാൾക്കെതിരായിട്ട് 35ലധികം കേസുകൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കൂടുതൽ കേസുകൾ വരാൻ സാധ്യതയുള്ള പ്രതിയാണ്. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന് പറയുന്നതിന് പ്രോസിക്യൂഷൻ എന്തൊക്കെ കാര്യങ്ങളാകും കോടതിയിൽ പറയുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. അതാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. കാരണം കഴിഞ്ഞ 5 ദിവസങ്ങളായി മൂവാറ്റുപുഴ പോലീസ് ശേഖരിച്ച തെളിവുകൾ തന്നെ വലിയ വ്യാപ്തിയുള്ള തെളിവുകളാണ്. അതിൽ തന്നെ 400 കോടി രൂപ ഒരു അക്കൗണ്ടിൽ വന്നത് കണ്ടെത്തിയിരുന്നു. മറ്റ് പണം പല നേതാക്കന്മാർക്ക് കൊടുത്തതിൻ്റെ കണക്കുകൾ കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം ഇന്ന് കോടതിയുടെ മുൻപിൽ എത്തുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും എത്തുമോ എന്നുള്ളത് അറിയണം. അതിലപ്പുറത്തേക്ക് കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം പോകരുത് എന്നുള്ള ഒരു രീതി പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ചേർന്ന് എടുത്തിട്ടുണ്ട്. കാരണം മൊത്തത്തിൽ ക്ഷീണമുണ്ടാക്കുന്ന വാർത്തകൾ പുറത്തു വന്നത് ഇപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഒതുക്കണമെന്നുള്ളൊരു കൂട്ട തീരുമാനം വന്നതുപോലെയാണ് കൂടുതൽ പേരുകൾ വരാതിരിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും പ്രതിയെ ഇന്ന് കൊണ്ടുവരില്ല, അല്പസമയത്തിനകം ആ കേസുകൾ മൂവാറ്റുപുഴ കോടതി പരിഗണിക്കും. ഹൈ പ്രൊഫൈൽ കേസായതുകൊണ്ട്, ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ കേട്ട കേസായതുകൊണ്ട് അത് എത്രത്തോളം ആ കേസന്വേഷണം മുന്നോട്ടേക്ക് പോകുമെന്നും പണം നഷ്ടപ്പെട്ടവർ പണം എത്രത്തോളം നമുക്ക് തിരിച്ചു കിട്ടും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.